السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ലോകത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുമെന്നും ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെയൊക്കെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായ വരാനിരിക്കുന്ന ശാശ്വതമായ ജീവിതത്തിൻ്റെ ലോകത്തെക്കുറിച്ചാണ് ഇത്തിരി നേരം നമുക്കിന്ന് സംസാരിക്കേണ്ടത്. ഒരു മനുഷ്യനെ മുസ്ലിമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിലൊന്നാണ് പരലോക വിശ്വാസം. മുസൽമാൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചുരുക്കി പറയുന്നിടത്തൊക്കെ അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാകുന്നു അവർ എന്നാണ്. ഈമാൻ കാര്യങ്ങൾ 6 പക്ഷെ വിശ്വാസത്തിനെ ചുരുക്കി പറഞ്ഞിടത്തൊക്കെ വിശുദ്ധ ഖുർആൻ ഈ 2 വിശ്വാസത്തെയും ചേർത്തു പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ, വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അതാണ് ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടയാളം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നൂറുകണക്കിന് ആയത്തുകൾ
ഒരുപക്ഷെ ഖുർആൻ ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉപയോഗിച്ച് നമ്മെ പരിചയപ്പെടുത്തിയ വിഷയവും പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഈ പരലോക വിശ്വാസം എത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയും ശക്തിക്ഷയവും. പരലോക വിശ്വാസം വേണ്ടത്ര കയറിയിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവൻ്റെ വിശ്വാസം പലപ്പോഴും കപടവിശ്വാസമായി മാറും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് അവനെ വിശ്വാസിയാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ആ പ്രവാചകന് അള്ളാഹു നൽകുന്ന രണ്ട് വിശേഷണങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആരാണ് പ്രവാചകൻ, അല്ലെങ്കിൽ ആ പ്രവാചകന്റെ ദൗത്യം എന്താണ്? ഈ ദൗത്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രണ്ട് വിശേഷണങ്ങൾ ഖുർആനിലുണ്ട്. ഒന്ന് ബഷീർ, പ്രവാചകൻ ബഷീറാണ്. രണ്ട് നദീർ, പ്രവാചകൻ നദീറാണ്. എന്താണ് ബഷീർ? ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വർത്തമാനം അറിയിക്കുന്നവൻ, സുവിശേഷം അറിയിക്കുന്നവൻ, നല്ല കാര്യങ്ങൾ അറിയിക്കുന്നവൻ, അതാണ് ബഷീർ. നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യുന്നവൻ, മുന്നറിയിപ്പ് നൽകുന്നവൻ, വരാനിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന ഒരു അത്യാഹിതത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവൻ, അതാണ് നദീർ. ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും ബഷീറും നദീറുമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് രണ്ടും പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. പ്രവാചകൻ അറിയിക്കുന്ന സന്തോഷ വാർത്ത അനശ്വരമായ സ്വർഗത്തെക്കുറിച്ചുള്ള വാർത്തയാണ്, അത് പരലോകത്തിലാണ്. പ്രവാചകൻ നൽകുന്ന ഏറ്റവും ഗൗരവമുള്ള മുന്നറിയിപ്പ് ഭീകരമായ നരകശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്, അതും പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. ചുരുക്കത്തിൽ പരലോക വിശ്വാസം ദൃഢമായ ഒരു വ്യക്തിക്ക് ഇസ്ലാമിൻ്റെ ഓരോ സന്ദേശങ്ങളും ആളിക്കത്താനുള്ള ഇന്ധനമായി മാറുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാനുള്ള മനുഷ്യൻ്റെ ഈമാൻ വർദ്ധിക്കുകയും അവൻ്റെ തൊലികളും ശരീരങ്ങളുമൊക്കെ വല്ലാത്ത രൂപത്തിൽ അതിങ്ങനെ കൂടിച്ചേരുകയും ഭയം കൊണ്ട് അവൻ്റെ ഹൃദയം പടപടാ മിടിക്കുകയും ചെയ്യുമെന്നൊക്കെ ഖുർആൻ തന്നെ നമുക്ക് വിശേഷിപ്പിച്ച് തരുന്നുണ്ട്. ചില ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഒരു സ്വാധീനം ഉണ്ടാക്കൂല. ആരാണവർ? പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഖുർആനിൻ്റെ ആയത്തുകൾ അവൻ്റെ മനസ്സിൽ ഈമാനിൻ്റെ അഗ്നിനാളങ്ങൾ ഉണ്ടാക്കും. സത്യനിഷേധികൾ ചോദിച്ചില്ലേ, വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിൽ ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന്. പക്ഷേ അതേ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട സത്യനിഷേധികൾ പരസ്പരം ചോദിച്ചു അത്രേ, ആർക്കാണ് ഇതുകൊണ്ട് ഈമാനികമായ വർധനവുണ്ടായത് എന്ന്. അഥവാ തീ കത്തിപ്പിടിക്കുന്ന ഒരു വസ്തുവിന് നേരെ നമ്മൾ തീജ്വാല കാണിക്കുമ്പോൾ അത് ആളിക്കത്തും. തീ കത്താത്ത ഒരു വസ്തുവിന് നേരെ തീജ്വാല കാണിച്ചാൽ അല്പനേരം കഴിഞ്ഞ് തീജ്വാല കെട്ടുപോകും. മനസ്സിൽ എന്തുമാത്രം ദൃഢമായ പരലോക വിശ്വാസമുണ്ടോ അത് വിശ്വാസത്തിനെ ആളിക്കത്തിക്കും എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോട് ചോദിച്ചു, മൻ അഖിയസുന്നാസി വഅഹ്സമുന്നാസ്. കയ്യസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ എന്നർത്ഥം. മൻ അഖിയസുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ് പ്രവാചകരെ? വഅഹ്സമുന്നാസ്, ഏറ്റവും തീരുമാനശേഷിയുള്ള ദൃഢനിശ്ചയമുള്ളവൻ ആരാണ് പ്രവാചകരെ? ജനങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നവൻ ആരാണ്? മാനസികമായ ഉറപ്പുള്ളവൻ എന്ന് പറയുന്നവൻ ആരാണ്? പ്രവാചകന്റെ മറുപടി, അക്സറുഹും ദിക്റൻ ലിൽ മൗതി, അക്സറുഹും ദിക്റൻ ലിൽ മൗതി വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗതി ഉലൈക ഹുമുൽ അഖിയസ് ദഹബു ബിശറഫിദ് ദുനിയ വകറാമത്തിൽ ആഖിറ. മൻ അഖിയസുന്നാസ്, ആരാണ് റസൂലേ ഏറ്റവും ബുദ്ധിയുള്ള സമർത്ഥനായ മനുഷ്യൻ? ഖാല, പ്രവാചകന്റെ മറുപടി, അക്സറുഹും ദിക്റൻ ലിൽ മൗതി, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ധാരാളമായി ഉള്ള ഒരു വ്യക്തി. അവൻ്റെ ജീവിതത്തിൽ ഏതവസരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ഒരു നിഴല് പോലെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവൻ്റെ കൂടെ ഉണ്ടാവും. രോഗം കൊണ്ടല്ല.
ചില ആൾക്കാർക്ക് രോഗം വന്നാൽ ഞപ്പം മരിക്കുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അതൊക്കെ ഒരു വല്ലാത്ത അസുഖം വന്നു, ഇപ്പോൾ സുഖമായി. അങ്ങനെ ഓരോ പ്രാവശ്യം സുഹൃത്തിനോട് സംസാരിച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞ് പിരിയുമ്പോൾ മൂപ്പരെ കണ്ണിങ്ങനെ നിറയും. അപ്പോൾ എൻ്റെ സുഹൃത്തെ ചോദിച്ചപ്പോൾ പറയണേ, എൻ്റെ മനസ്സ് പറയാ, നിങ്ങൾ അവസാനത്തെ കാണലേക്കാരം ഞാനുമായിട്ട്, ഇനി നമ്മൾ കാണൂലെന്ന്. ഒരു വഴിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒന്നും കൂടി തിരിഞ്ഞു നോക്കുമല്ലോ, ഇനി വീട് ഞാൻ കാണൂലേക്കാരം. ഭാര്യനോട് വർത്താനം പറഞ്ഞു പോകുമ്പോൾ അയാൾ മനസ്സിൽ ഓർക്കുമല്ലോ, ഇന്നിപ്പോൾ എൻ്റെ ഭാര്യനെ ഞാൻ കാണൂലേക്കാരം. മക്കളെ സ്കൂൾ പറഞ്ഞേക്കുമ്പോൾ മൂപ്പരെ മനസ്സിലൊരു തോന്നല, ഒന്നും കൂടി തിരിഞ്ഞു നോക്കും പറഞ്ഞ് നിൻ്റെ കുട്ടിയെ ഞാൻ കാണൂലേക്കാരം. അത് രോഗം കൊണ്ടുള്ള പേടിയാ, ആ പേടിയല്ല. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, ഏത് സമയത്തും എൻ്റെ കൂടെ എൻ്റെ മരണം സംഭവിക്കുന്നുണ്ട് എന്ന ഓർമ്മ. അതുകൊണ്ട് തന്നെ വേണ്ടാത്തരങ്ങളിലേക്ക്, അങ്ങനെയല്ലേ, എത്ര വേണ്ടാത്തരങ്ങനെ ദുഷിച്ച വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വേദന ഇങ്ങനെ മണ്ടിയാൽ മതി. വർത്താനൊക്കെ നിർത്തി ഉഷാറായി നമ്മൾ തെരീക്കപ്പോൾ പള്ളിക്കൊക്കെ കയറി പോവുക, നിസ്കരിച്ചു കണ്ട് പോകായിരുന്നു. എന്താ നിങ്ങൾ, അതാണ് ഒരു പേടി മനസ്സിനുള്ളിൽ കുടുങ്ങുമ്പോൾ അത് മനുഷ്യനെ കുറച്ച് നന്നാക്കും. ഇവിടെ അക്സറുഹും ദിക്റലിൽ മൗത്തി, മരണത്തെക്കുറിച്ച് കൂടുതലായി ഓർമ്മിക്കുന്നവൻ, മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തയ്യാറെടുത്ത് നിൽക്കുന്നവൻ, ഖബ്ല നുസൂലിൽ മൗത്തി, മരണം വന്നിറങ്ങുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി കൃത്യമായി തയ്യാറെടുത്ത് നിൽക്കുന്നവൻ. എനിക്കൊരു മയ്യത്ത് കുളിപ്പിക്കാൻ ഭാഗ്യം കിട്ടി, മഹാനായൊരു മനുഷ്യൻ്റെ മയ്യത്ത്. അപ്പോൾ അയാളുടെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അയാൾ പൂർണ്ണമായി തയ്യാറായിരിക്കുന്നു, ഒന്നും ചെയ്യാല്ല, വെള്ളമൊഴിക്കാനേ ഉള്ളൂ. അയാൾ പൂർണ്ണമായി വൃത്തിയായി പൂർണ്ണമായി തയ്യാറായിരിക്കുന്നു. വയസ്സായ ആളാ, 80-85 വയസ്സായി കാണും. അപ്പം ഞാൻ അയാളുടെ ഭാര്യയോട് ചോദിച്ചു, മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഇന്ന് മരിക്കുന്നല്ല തോന്നലോ മറ്റോ ഉണ്ടായപ്പോൾ ഇന്ന് വല്ല ഒരുക്കം നടത്തിയോ? ഇങ്ങനെ അത്രമാത്രം ഫ്രഷായിരുന്നു ആള്. അപ്പോൾ ഭാര്യ പറഞ്ഞത്, ഇന്ന് നല്ല, എല്ലാ ദിവസവും രാവിലെ എന്നെ വിളിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ എന്നോട് പറയുമായിരുന്നു, ഒരു പക്ഷേ ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമായിരിക്കാം, അതുകൊണ്ട് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ നീ തന്നെ എല്ലാം ചെയ്തു കൊള്ളുക. ഭാര്യയോട് എല്ലാ ദിവസവും കിടപ്പിലാണ്, ബോധമുണ്ടെന്ന് മാത്രം. പക്ഷേ ആ ബോധമുള്ള ദിവസങ്ങളിൽ അത്രയും അയാൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. മരണം വന്നിറങ്ങുന്നതിന് മുമ്പേ ആ മരണത്തിന് വേണ്ടി റെഡിയായി നിൽക്കുന്ന ആൾ, അവരാണ് ബുദ്ധിമാന്മാർ. കുളിക്കാതെ മുടിയൊക്കെ നീട്ടി വളർത്തി വലിയ ബുദ്ധിജീവി സഞ്ചയൊക്കെ ഇട്ട് ആർക്കും മനസ്സിലാക്കാത്ത വർത്താനൊക്കെ സംസാരിച്ച് ഇങ്ങനെ സ്ട്രീറ്റ് കൂടെ നടക്കുന്ന ആൾക്കാരെ നമ്മൾ ബുദ്ധിജീവികൾ എന്ന് പറയലുണ്ട്. അവരല്ല ബുദ്ധിജീവികൾ, ഇവരാണ് ബുദ്ധിജീവി. അവരാകുന്നു ബുദ്ധിമാന്മാർ. ദുന്യാവിന്റെ എല്ലാ ശ്രേഷ്ഠതകളും അവർ കൊണ്ടുപോയി. ദുന്യാവിന്റെ എല്ലാ പരലോകത്തിന്റെ എല്ലാ ബഹുമതികളും അവർ കൊണ്ടുപോയി. ആര്? ഈ പറയപ്പെട്ട ആളുകൾ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സംഗതി മരണം തന്നെയാണ്. എനിക്കൊരു ജോലി കിട്ടുമോ സർക്കാർ സർവീസിൽ? ഒരു നിശ്ചയമല്ല, കിട്ടി പോയി, ഉറപ്പില്ല. എനിക്കെന്തേലും ജീവിതത്തിൽ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ എന്താണ് എന്നെ കാത്തിരിക്കണേ എനിക്കറിയില്ല. എനിക്ക് വലിയ പണം കിട്ടുമോ എനിക്കറിയില്ല. ഞാൻ ദരിദ്രനാവോ എനിക്കറിയില്ല. ഒന്ന് മാത്രം എനിക്കറിയാം, ഞാൻ മരിക്കും. അല്ലേ? ആർക്കാ സംശയമില്ല? ഞാൻ മരിക്കും എന്ന വിഷയത്തിൽ ആർക്കാണ് സംശയമുള്ളത്? മരിക്കോ? ഞാനൊന്നും മരിക്കൂല ഇക്കാരം എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയോ? ഇല്ലല്ലോ. ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ മരണം എന്നൊക്കെ കേട്ട് നമ്മളെ ചുറ്റുഭാഗത്തെ ആൾക്കാരിങ്ങനെ മരിക്കുമ്പോൾ നമുക്ക് മരണം ഒരു വിഷയമല്ലല്ലോ. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമെന്ന് നെട്ടും, നമ്മളെ വീട്ടിലൊരാൾ മരിക്കുമെന്ന് ബേജാറാകും എന്നല്ലാതെ മരണത്തിന് ദിവസങ്ങളിൽ യാതൊരു പഞ്ഞല്ലല്ലോ. നിങ്ങൾക്കറിയോ, മരണം മനുഷ്യൻ്റെ ഈ ദുന്യാവിലെ ജീവിതത്തിനെ അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ തുടക്കമായ മരണത്തെക്കുറിച്ച് പറയാതെ നമുക്ക് പരലോകത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. മരണത്തിന് എന്തെങ്കിലും വേദനകൾ, അസ്വസ്ഥതകൾ, ചിലപ്പോൾ നമ്മൾ പറയും, ചില ആൾക്കാർ ഇങ്ങനെ മരിച്ചതിനെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് മരിച്ചുപോയി അറിയും. ചിരിച്ചുകൊണ്ടൊക്കെ മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലല്ലേ ഈ ലോകത്ത് ചിരിച്ചുകൊണ്ട് മരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. സക്കറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ?
വേദന, വെപ്രാളം, എടങ്ങേറ് എന്നൊക്കെ പറയാം. തീർച്ചയായും മരണത്തിന് വല്ലാത്ത ഒരു വെപ്രാളമുണ്ട്. എന്നാല് ആയിഷ റളിയല്ലാഹു അൻഹായുടെ നെഞ്ചിലേക്ക് തല ചാഴ്ചവെച്ച് മരണത്തെ പുണരുന്ന ഹബീബായ റസൂൽ ആ വേദന അനുഭവിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരിക. മരണത്തിന് വല്ലാത്തൊരു ഒരു ഒരു വിഭ്രാന്തിയുണ്ട്, വല്ലാത്ത ഒരു അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചൂടെ, അത് ഒരു രോമം ഇങ്ങനെ പറിച്ചു നോക്കാണ്, അതിൻ്റെ വേദന തരിപ്പിക്കാതെ ഒരു നഖം പറിച്ചെടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാണ് മനസ്സിൽ, തരിപ്പിക്കാതെ ഒരു പല്ല് പറിച്ചെടുക്കുന്ന ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഒരു എല്ലിങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുന്ന ആലോചിച്ച് നോക്കണം നിങ്ങൾ. ജീവനാണ് ഊരിയെടുക്കുന്നത്. ജീവൻ ഇത്രയും കാലം നാം നമ്മെ കൊണ്ടു നടന്ന ആ ജീവനെ ഊരിയെടുക്കുമ്പോൾ ലോകത്തിലെ നമ്മുടെ ശരീരത്തിൽ മറ്റേതു വസ്തുവിനെയും ഊരിയെടുക്കുന്നത് പോലെയല്ലാതെ അല്ലേ, വാളുകൊണ്ട് 300 വെട്ട് വെട്ടുന്നതിന് തുല്യമാണ് മരണത്തിൻ്റെ വേദന എന്നൊക്കെ എഴുതി വെച്ച ചില പുസ്തകങ്ങൾ കാണാൻ. അളക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല, എന്തോ ആവാം അല്ലേ. അബ്ദുൽ മാലിക് ബിൻ മർവാൻ, അദ്ദേഹം ഖലീഫയായിരുന്നു. അദ്ദേഹത്തിന് മരണാസന്നനായി, രോഗം വന്നിങ്ങനെ കിടക്കുക. അപ്പോൾ അദ്ദേഹത്തോട് ആരോ വന്ന് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്താണ് ഇപ്പം നിങ്ങളുടെ അവസ്ഥ? ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണ്? അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയാണ്, എൻ്റെ സ്ഥിതി ഇപ്പോൾ അള്ള പറഞ്ഞതുപോലെ തന്നെയാണ്. എൻ്റെ അള്ള പറഞ്ഞേ, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖ്നാകും അവ്വല മറ. അള്ളാഹു ആദ്യമായി എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതേ രൂപത്തിൽ തനിച്ച് ഒറ്റക്ക് നിങ്ങൾ വന്നെത്തും. വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരിക്കും. നിങ്ങൾക്ക് സ്വന്തം ഉണ്ടായിരുന്നതെല്ലാം പിന്നാമ്പുറത്ത് ഉപേക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. വമാ നറാ മഅകും ശുഫാഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാഉൻ. നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാവും എന്ന് പറഞ്ഞവരെ ഒന്നും കാണാനില്ല. ലഖത് തഖത്തഅ ബൈനകും. അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോയിരിക്കുന്നു. അല്ലേ, ഒരു ഒറ്റപ്പെടലാണതേ. നമ്മളിങ്ങനെ കിടക്കുക, മലക്കുൽ മൗത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരിക, നമുക്കിങ്ങനെ ശ്വാസം പോലും ശരിക്കും കിട്ടുക. അങ്ങനെയല്ലേ, പേടി എന്നാൽ ശ്വാസം കൂടി കിട്ടാതെയാവും. നമ്മുടെ ചുറ്റുഭാഗത്ത് മക്കളും കുടുംബങ്ങളൊക്കെ കരയുക, ഡോക്ടർമാരിങ്ങനെ ഓക്സിജനും ഇഞ്ചക്ഷനും മരുന്നുമായിട്ട് തലങ്ങും ബലങ്ങും കുത്തി കയറ്റുക. ഞമ്മക്കറിയാം മൂപ്പര് അവിടുന്ന് വരുന്നുണ്ട്, ഇനി ആര് നോക്കിയിട്ടും കാര്യമല്ല. അതൊരു പരിപൂർണമായ ഒറ്റപ്പെടലാണേ, അല്ലേ. ഒരു നമ്മൾ സാധാരണ ഗൾഫിലേക്കൊക്കെ ആദ്യം പോണ സമയത്ത് എത്രമാത്രം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ആ എയർപോർട്ടിൻ്റെ പുറത്ത് നിന്ന് ആ ചില്ലുവാതിൽ നമ്മുടെ പിന്നാലെ അടയുമ്പോണ്ട് ഒരൊറ്റപ്പെടൽ. നമ്മൾ ഒറ്റക്കായതുപോലെ, എല്ലാവരും ഉണ്ടായിട്ടും നമ്മൾ ഒറ്റക്കായതുപോലെ ഇനി നമ്മൾ ഒറ്റക്കാണ്. മരണത്തിൻ്റെ സമയത്ത് ആ മരണത്തിൻ്റെ മലക്ക് നമ്മളെ തേടി വരുമ്പോൾ മനുഷ്യൻ തിരിച്ചറിയുകയാണ്, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖ്നാകും അവ്വല മറ. ഒറ്റക്കാവുക പരിപൂർണമായിട്ട്. മറ്റു യാതൊന്നും ഒരു നിലക്കും നമ്മോട് ഉപകരിക്കാതെ, നമുക്കുപകരിക്കാതെ നമ്മൾ ഒറ്റക്കാകുന്ന മരണത്തോടുകൂടി ഈ ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ശാശ്വതമായ ജീവിതത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഓരോ മനുഷ്യ ജീവിതത്തിലും ഏറ്റവും അനിവാര്യമായ ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ വിശ്വാസത്തിന് ഊർജം നൽകും. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, അക്സിറൂ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകി. പ്രിയപ്പെട്ട സഹോദര, ഈ മരണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. മരണത്തെ പേടിക്കുന്നവരാണ് മനുഷ്യന്മാരൊക്കെ, എല്ലാവരും മരണത്തെ പേടിക്കുന്നു. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ
താൻ കടന്നു പോകുന്ന വഴിയിൽ തനിക്കാവശ്യമായ പതേയം ഒരുക്കി വെക്കാൻ ആ വിശ്വാസിക്ക് കഴിയും. അവന് മരണം അത്ര ഒരു പേടിയില്ലാത്ത സാധനമായി മാറും അല്ലേ? അങ്ങനെ മരണത്തെ ഒരു കുട്ടിക്ക് അർബുദം ബാധിച്ചു, തലയിൽ ക്യാൻസർ ബാധിച്ചു. ആ കുട്ടിയുടെ പിതാവ് ഒരു ചികിത്സകനാണ്. അപ്പോൾ കുട്ടിയുടെ രോഗം തിരിച്ചറിഞ്ഞപ്പോഴേ ആ പിതാവിന് ബോധ്യമായി കാര്യമായ ചികിത്സകളൊന്നും ഇനിയില്ല. വെറുതെ അനാവശ്യമായ റേഡിയേഷനും മറ്റുമൊക്കെ നടത്തി ആ കുട്ടിയെ കുറെ വേദനിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്തിട്ട് യാതൊരു കാര്യമില്ലെന്ന് വിവേകിയായ ആ പിതാവ് തിരിച്ചറിഞ്ഞു. ചില വേദനാ സംഹാരികൾ മാത്രം കൊടുത്ത് ആ കുട്ടിയെ അദ്ദേഹം വീട്ടിൽ കിടത്തിയേക്കുക, എപ്പോഴോ വരാനിരിക്കുന്ന മരണത്തെയും കാത്ത്. പക്ഷെ ആ പിതാവ്, അയാൾ ബുദ്ധിയുള്ളവനായിരുന്നു. അയാൾ ആ കുട്ടിയുടെ അടുത്തിരുന്ന് സ്വർഗത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തു, ഹൂറുലീങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. കൊച്ചുകുട്ടികൾ അവർ സ്വർഗത്തിലെത്തുമ്പോൾ മുത്തുമണികൾ പോലെ അവർ സ്വർഗത്തിൽ തുള്ളിച്ചാടി നടക്കുന്ന പ്രവാചകന്റെ മനോഹരമായ വർണ്ണനകൾ ആ പിതാവ് ആ കുട്ടിക്ക്, മകൾക്ക് 13-14 വയസ്സാന്ന് തോന്നുന്നു, ആ കുട്ടിക്ക് ആ പിതാവ് പകർന്നു കൊടുത്തു. ഓരോ ദിവസവും മരുന്നിന് പകരം. ആ കുട്ടിയെ കാണാൻ തൊട്ടടുത്തുള്ള സ്കൂളിൽ നിന്ന് സഹപാഠികൾ വരും കുട്ടിയുടെ വീട്ടിലേക്ക് ഒഴിവു സമയത്തൊക്കെ. ആ വരുന്ന കുട്ടികൾ ശോകമൂകരായി നിറകണ്ണുകളോടെ തങ്ങളുടെ കൂട്ടുകാരിയുടെ സമീപത്ത് നിൽക്കുമ്പോഴും ആ കുട്ടി ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ കാണാൻ വന്ന തൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ആ പെൺകുട്ടി പറഞ്ഞു അത്രേ, ഞാൻ പോവുകയാണ്, നിങ്ങളെപ്പോലെ ഒരുപാട് കൂട്ടുകാരികളുള്ള ഒരു ലോകത്തിലേക്കാണ് ആ യാത്ര, ഞാൻ അവിടെ നിങ്ങളെ കാത്തിരിക്കും, നിങ്ങൾ വരണം. കണ്ടു നിന്നവരും കേട്ടു നിന്നവരും മുഖം പൊത്തി കരഞ്ഞപ്പോഴും ആ കുട്ടി ചിരിച്ചു തൻ്റെ കൂട്ടുകാരെ യാത്രയാക്കി. അവൾ മരിച്ചുപോയി. നോക്കൂ നിങ്ങൾ, മനസ്സിന് തനിക്ക് വരാനിരിക്കുന്ന ലോകത്തിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഉറപ്പ്, അത് മനസ്സിന് നൽകുന്ന ധൈര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ നിലവാരം നഷ്ടപ്പെട്ട് ഒരു വിശ്വാസി ചപ്പുചവറായി മാറുന്ന ഒരവസ്ഥ പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വിശ്വാസികൾ ആരാലും പരിഗണിക്കപ്പെടാത്ത ചവറുകളായിത്തീരുന്ന ഒരു ലോകം, ഒരു കാലഘട്ടം വരാനുണ്ട്. അതിൻ്റെ കാരണമായി പ്രവാചകൻ പറഞ്ഞത് എന്താ? നിങ്ങൾ ഹുബ്ബുദ്ദുന്യാ വകറാഹിയത്തുൽ മൗത്ത്. കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വല്ലാത്ത വെറുപ്പ്. മരണമെന്നത് ആലോചിക്കുവാൻ പോലും കഴിയാത്ത വിധം അത്രയേറെ വെറുപ്പുള്ള ഒരു വസ്തുവായി മനുഷ്യന് മാറുമ്പോൾ മരണത്തിനപ്പുറമുള്ള അവൻ്റെ ജീവിതം ദുരിതപൂർണമായ ജീവിതമായി തീരും എന്നർത്ഥം. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിൻ്റെ പോരാളിയാണ്, ഇസ്ലാമിൻ്റെ സൈന്യാധിപനാണ്. അദ്ദേഹം മരണാസന്നനായി രോഗം ബാധിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ കൂട്ടുകാരിൽപ്പെട്ട ചിലർ വന്നു. അവരെ കണ്ടപ്പോൾ ഖാലിദ് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങിന. കൂട്ടുകാർ ചോദിച്ചു, ഇസ്ലാമിന് വേണ്ടി ശത്രുക്കളുടെ വാൾത്തലകൾക്ക് മുമ്പിൽ വിജയമന്വേഷിച്ച് നടന്ന പോരാളിയാണ് താങ്കൾ, ആ താങ്കൾ മരണത്തെ പേടിച്ച് കരയുകയാണോ? ഖാലിദിന്റെ മറുപടി, ഞാൻ മരണത്തെ പേടിച്ചല്ല കരയുന്നത്, മരണത്തെ എനിക്ക് പേടിയില്ല. ഞാൻ ശത്രുവിന്റെ വാളുകൾക്ക് മുമ്പിൽ മരണത്തെ തേടി നടന്നിട്ടുണ്ട്, എനിക്ക് മരണത്തെ പേടിയില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശത്രുവിൻ്റെ വാളുകൾക്കിരയായി രക്തം വാർന്ന് യുദ്ധക്കളത്തിൽ അവർ മരിച്ചു വീണു. ആ രക്തം നനഞ്ഞ വസ്ത്രത്തിൽ അവരെ കഫൻ ചെയ്തു. നാളെ പരലോകത്ത് ആ പച്ചച്ചോര മണക്കുന്ന വസ്ത്രങ്ങളുമായി റബ്ബിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി അവർ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഖാലിദ് ഇതാ ചാകാൻ കിടക്കുന്ന ഒട്ടകത്തിനെ പോലെ ശ്വാസം വലിച്ച് മരിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായല്ലോ എന്നോർത്തതിലാണ് എൻ്റെ സങ്കടം, അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദര, മരണത്തെ ഭയപ്പെട്ട് അതിൽ നിന്ന് ഓടി ഒളിക്കുവാനോ മാറി നിൽക്കാനോ ഒരാൾക്കും സാധ്യമല്ല. എവിടെയും നമ്മുടെ ഔഷധങ്ങളും ചികിത്സകളും ഒന്നും ഒരു സെക്കൻഡ് പോലും മരണത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ അവക്ക് സാധിക്കുകയില്ല എന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ആ മരണം മുതൽ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കി തീർക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ ചിന്ത. മരണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ, മാറി നിൽക്കാൻ അവസരമില്ല. മരണത്തെ നേരിടുക, ആ മരണത്തിന് ശേഷമുള്ള ജീവിതം അത് സുഖത്തിൻ്റെതാക്കി മാറ്റാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മരണങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഒന്ന്, സത്യവിശ്വാസിയായ മനുഷ്യന്റെ മരണം. എങ്ങനെ?
ഒരു പാത്രത്തിൽ മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ആ മാവില് ഒരു നൂല് അല്ലെങ്കിൽ ഒരു മുടി വീണു. നമ്മൾ പതുക്കെ ആ മുടി ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുത്താൽ ആ മാവോ പാത്രമോ അറിയാതെ ആ മുടി ഇങ്ങനെ അങ്ങോട്ട് പോരും. സത്യവിശ്വാസിയായ മനുഷ്യന്റെ മരണം അതിനുപോലും വേദനയുണ്ട് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ സത്യനിഷേധിയായ മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ? നിങ്ങള് മുള്ളുകളുള്ള ഒരു വേലിക്കെട്ടിൽ വിരിച്ചിട്ട ഒരു കരിമ്പട പുതപ്പ് നമ്മൾ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കരിമ്പടത്തിന്റെ പകുതി നമ്മളെ കയ്യിലും കരിമ്പടത്തിന്റെ പകുതി ആ വേലിയിലുണ്ടാവും, കഷ്ണം കഷ്ണായിട്ട്. അല്ലേ? അത്ര ഭീകരമാണ് ആ മനുഷ്യന്റെ മരണം. അവിടെ തുടങ്ങുന്നു മരണവും പരലോകവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. വഖ്ശൗ യൗമൻ, വഖ്ശൗ, നിങ്ങൾ ഭയപ്പെടണം, പേടിക്കണം. യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ വല്ലാതെ പേടിക്കണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരു മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത, ഒരു മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണം. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ ഈ വാഗ്ദത്തം അത് സത്യമാകുന്നു, ഒരു സംശയമില്ല. അത്തരമൊരു ദിവസത്തെ നിങ്ങൾ പേടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബന്ധങ്ങളില്ലാത്ത ദിവസം. ഫൈദാ നുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും, ഫലാ അൻസാബ ബൈനഹും, പിന്നെ ബന്ധങ്ങളില്ല. എൻ്റെ വിചാരണ സ്ഥലത്ത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ മകനുണ്ടാവാം, പക്ഷേ അവിടെ ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ല. എൻ്റെ പിതാവുണ്ടാവാം, പക്ഷേ അവിടെ ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ല. എൻ്റെ ഭാര്യ ഉണ്ടാവാം, എൻ്റെ ഉമ്മയുണ്ടാവാം, പ്രിയപ്പെട്ടവരുണ്ടാവാം, ബന്ധങ്ങളില്ല. ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ ബന്ധങ്ങളില്ല. വലാ യതസാഅലൂൻ, ചോദിക്കോ മകൻ ചോദിക്കോ എൻ്റെ വാപ്പ എവിടെയെന്ന്? ചോദിക്കൂല. ബാപ്പ ചോദിക്കോ എൻ്റെ മക്കൾ എവിടെയെന്ന്? ചോദിക്കൂല. അവർ തമ്മിൽ പരസ്പരം ചോദ്യങ്ങളില്ല, പരസ്പരം ബന്ധങ്ങളില്ല, ഒന്നുമില്ല. ഒറ്റക്ക് എല്ലാ ബന്ധങ്ങളും ഇവിടെ ഒതുങ്ങി. എവിടെ? ദുന്യാവിൽ. ഖബറിൽ ഇറക്കി വെച്ച് മറ്റുള്ളവർ മടങ്ങിപ്പോരുമ്പോൾ അവരുടെ ചെരുപ്പിന്റെ വാറടി ശബ്ദം, വെടവാങ്ങലിന്റെ ആ അവസാനത്തെ ശബ്ദവും ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കേൾക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ തിരിച്ചറിവാണ്, ഞാൻ ഒറ്റക്കായി. പിന്നെ ഞാൻ എന്തു ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ നന്മ തിന്മകൾ നിശ്ചയിക്കുന്ന ദിവസം. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ല്ലേ? അണുത്തൂക്കം നന്മ ചെയ്തവനാരോ അവന് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അത്രയും തിന്മ ചെയ്തവനാരോ അതും അവൻ പരലോകത്ത് കാണുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദര, ഇവിടെയാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. ഈ ദുന്യാവിലേക്ക് അള്ളാഹു തന്നെ പറഞ്ഞയച്ചത് പട്ടിയെപ്പോലെ, പക്ഷിയെപ്പോലെ, പ്രാണിയെപ്പോലെ മരിച്ച് മണ്ണാകുവാൻ വേണ്ടിയല്ല. ഇക്കണ്ട സൗകര്യങ്ങളും ഇക്കണ്ട സംവിധാനങ്ങളൊക്കെയും അള്ളാഹു തആല എനിക്കുണ്ടാക്കി തന്നത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ ബുദ്ധിയുള്ളവനായി തീരുന്നു. എനിക്ക് ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഈ ദുന്യാവിൽ അവസാനിക്കുന്ന ഉത്തരവാദിത്തങ്ങളല്ല. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫലം നിശ്ചയിക്കുന്ന ശാശ്വതമായ ഒരു ലോകം എനിക്ക് വരാനുണ്ട്. ആ ലോകത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ എന്ന തിരിച്ചറിവ്. എന്തും ഈ ലോകത്ത് എന്ത് പ്രവർത്തിക്കുമ്പോഴും
ആ പ്രവർത്തിക്കുന്നവന്റെ മനസ്സിലുണ്ടാവേണ്ടത് എൻ്റെ ഈ പ്രവർത്തനം നാളെ പരലോകത്ത് ഏത് രൂപത്തിൽ വിലയിരുത്തപ്പെടും. അതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് ലാഭം കിട്ടിയോ എന്നല്ല, ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയെടുത്തു എന്നല്ല. ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി, പ്രവാചകന്റെ പിതൃവ്യന്റെ മകൻ, രൂപസാദൃശ്യം കൊണ്ട് പ്രവാചകനോട് ഒരുപാട് സാദൃശ്യമുള്ള വ്യക്തി, പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല ജാഫറിനെയും പ്രവാചകനെയും, അത്ര അവർ തമ്മിൽ മുഖ സാമ്യമുണ്ട്. ജാഫർ ആദ്യകാലത്തെ ഇസ്ലാം മതം സ്വീകരിച്ചു, കുടുംബത്തോടൊപ്പം ഹിജ്റ പോയി. 1ഉം 2ഉം ഹിജ്റകളിൽ ജാഫറും കുടുംബവും ഉണ്ടായിരുന്നു. മൂത്ത യുദ്ധം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സൈന്യാധിപനെ നിശ്ചയിച്ചു, ഇന്നയാൾ ഇസ്ലാമിന്റെ കൊടി പിടിക്കണം, അയാൾ കൊല്ലപ്പെടും, അയാൾ കൊല്ലപ്പെട്ടാൽ ഇന്നയാൾ ഇസ്ലാമിന്റെ കൊടി പിടിക്കണം. അയാൾ കൊല്ലപ്പെട്ടാൽ മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞ പേര് ജാഫർ, ഇസ്ലാമിന്റെ കൊടി പിടിക്കണം. ജാഫർ കൊല്ലപ്പെട്ടാൽ 4-ാമൻ, 5-ാമൻ, 6-ാമൻ, 7-ാമൻ, 7 ആളുകളുടെ പേര് പ്രവാചകൻ പ്രഖ്യാപിച്ചു. നിങ്ങൾ ഒരു വഴിക്ക് പോവുകയാണ്, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക, കൊടി അങ്ങോട്ട് കൊടുത്തിട്ട് പ്രവാചകൻ പറയാ, ഇതാ ഞാൻ പതാക ഏൽപ്പിക്കുന്നു, ഇയാൾ കൊല്ലപ്പെട്ടാൽ ഇയാൾ പതാക എടുക്കണം. നമ്മൾ ആലോചിക്കത്, നമ്മളൊക്കെ കഴിച്ചിങ്ങനെ നമ്മളിങ്ങനെ പോണ ബൈക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്ഫോടനം നടക്കാൻ സാധ്യത ഉണ്ട് അറിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഞാൻ അല്ല കുറി അറിയും, ഞാൻ കുറി സമ്മേളനത്തിനില്ല, അല്ലെങ്കിൽ ഞാൻ കുറി ആ പരിപാടിക്കില്ല, ഒരു വലിയ സുഖമല്ല അറിയും. എൻ്റെ പേടി, മരിക്കുമെന്നുറപ്പായിട്ടും പ്രവാചകന്റെ കയ്യിൽ നിന്ന് പതാക വാങ്ങി പുറപ്പെട്ട ജാഫർ ഇബ്നു അബീ ത്വാലിബ് പ്രവാചകൻ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വലതുകൈ വെട്ടിമാറ്റി, ഇടതുകൈ വെട്ടിമാറ്റി, അദ്ദേഹം പതാക പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു. അവസാനം കഴുത്തിൽ വെട്ടേറ്റ് ശരീരവും കഴുത്തും വേറെയായി വീണപ്പോൾ നിലത്തു വീഴാത്ത പതാക 4-ാമൻ വായുവിൽ നിന്ന് പിടിച്ചെടുത്തു. 34-ാമത്തെ വയസ്സിൽ ജാഫർ ഇബ്നു അബീ ത്വാലിബ് രക്തസാക്ഷിയായി. ഒന്നുമില്ല, പാർക്കാനൊരു വീട്, മക്കൾക്കൊരു വരുമാനം, ഒന്നുമില്ലാതെ ജാഫർ പോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജാഫറിനെ ഞാൻ കണ്ടു, ജാഫറിനെ ഞാൻ കണ്ടു. എവിടെ? സ്വർഗത്തിൽ. പച്ച നിറത്തിലുള്ള ചിറകുകളുമായി സ്വർഗത്തിൽ പാറി നടക്കുന്ന ജാഫർ ഇബ്നു അബീ ത്വാലിബിനെ ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ സന്തോഷത്തോടു കൂടി പറയുകയുണ്ടായി. ജാഫർ നമ്മളെ കാഴ്ചപ്പാടിൽ ജാഫർ പൊട്ടൻ, സ്വന്തം കുടുംബത്തിനും മക്കൾക്കും ഒരു പിടി മണ്ണ് പോലും സമ്പാദിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചുപോയ ജാഫർ ബുദ്ധിശൂന്യനായപ്പോൾ ജാഫർ സ്വർഗത്തിൽ തനിക്ക് നേടേണ്ടത് നേടിയെടുക്കാൻ ജാഫറിന് സാധിച്ചു. പ്രിയപ്പെട്ട സഹോദര, ഈ പരലോകമാവണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനപ്പുറം ഈ ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് എന്തും നശ്വരമാണ്. നാളെ ഒന്നുമില്ലാത്തവരായി ലോകത്ത് നിന്ന് മടങ്ങിപ്പോകേണ്ടവരാകുന്നു നമ്മൾ. മഹാനായ ചക്രവർത്തി എന്ന് ലോകം വിശേഷിപ്പിച്ച 2 രാജാക്കന്മാർ, ഒന്ന് നെപ്പോളിയൻ, രണ്ടാമത്തേത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അല്ലേ? അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ മരണസമയത്ത്, മരണം ആസന്നമായ സമയത്ത് തൻ്റെ വീട്ടുകാരോടും തൻ്റെ അനുയായികളോടും പറഞ്ഞു അത്രേ, എൻ്റെ ശവഘോഷയാത്ര കൊണ്ടുപോകുമ്പോൾ, എൻ്റെ ശവം കൊണ്ടുപോകുന്ന ഘോഷയാത്രയിൽ എൻ്റെ വലതുകൈ വെട്ടിമാറ്റി ശവപ്പെട്ടിയുടെ പുറത്ത് നിങ്ങൾ കെട്ടിവെക്കണം, എല്ലാവരും കാണേ. എന്തിന് ജാഫർ? എല്ലാവരും കാണേ, എൻ്റെ കൈ പുറത്ത് നിൽക്കട്ടെ, ലോകം കാണട്ടെ. ലോകം മുഴുവനും കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി വെറും കൈയോടുകൂടിയാണ് മടങ്ങിപ്പോയത് എന്ന് ലോകം കാണട്ടെ. വല്ലതും ഉപകാരപ്പെട്ടോ? എറണാകുളത്തേക്കുള്ള യാത്രയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. ആലുവ സ്റ്റേഷനിൽ ഒരു ജനക്കൂട്ടം തീവണ്ടിയുടെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയിൽ നിന്ന് പഞ്ഞിയിൽ രക്തത്തിൽ കുതിർന്ന പഞ്ഞി കണക്കെ ഭീമമായ ഒരു മനുഷ്യ ശരീരം അവർ പുറത്തേക്ക് എടുത്തു വെച്ചു. വെള്ള തുണിയെടുത്ത ഒരു മനുഷ്യൻ, വലിയ ആകാരമുള്ള ഒരു മനുഷ്യൻ, ചോരയിൽ അയാൾ ആകെ ചുവന്നിരിക്കുന്നു. ആൾ മരണപ്പെട്ടിട്ടുണ്ട്. ആരാണ്? എല്ലാവരും അന്വേഷിച്ചു. ആരോ മറുപടി പറഞ്ഞു. പെട്ടെന്ന് പട്ടാമ്പി വീരമണി ടെക്സ്റ്റൈൽസിൻ്റെ ഉടമസ്ഥനായ കോടീശ്വരനായ ഒരു മനുഷ്യനാണ്. തൻ്റെ സുഹൃത്തിനെ യാത്ര അയക്കുമ്പോൾ കൈ കൊടുത്തുകൊണ്ട് പതുക്കെ പോയി പെട്ടെന്ന് അയാൾ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെയും ഇടയിലേക്ക് വീണുപോയതാണ്. നോക്കി നിങ്ങൾ, എത്ര പണമുണ്ടായിരിക്കാം ആ മനുഷ്യന്,
എന്തൊക്കെ സ്വാധീനമുണ്ടായിരിക്കാം ആ മനുഷ്യന്, എന്താണ് അയാൾക്ക് ഉപകാരപ്പെട്ടത്? ഒരാശുപത്രിയിലേക്ക് പോകാൻ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ, ഒരു നിമിഷമെങ്കിലും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെ കാണാൻ ആ മനുഷ്യന് ഭാഗ്യം ഉണ്ടായില്ല. കഴിഞ്ഞു. എത്ര പെട്ടെന്ന്. അതാ പറഞ്ഞത്, ഈ ലോകത്ത് നാം ഉണ്ടാക്കി വെക്കുന്ന ഭൗതികമായ ഏതൊരു വസ്തുവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാനെയും പേടിക്കണം, ആ ദിവസത്തെയും പേടിക്കണം. എന്നിട്ട് അള്ളാഹ് പറയാ, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഫലാ തഗുറന്നകും, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. സ്നേഹപൂർവമായ പടച്ച തമ്പുരാന്റെ ഉപദേശമാണ്. ഫലാ തഗുറന്നകും, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അൽ ഹയാത്തുദ് ദുനിയാ. പരലോകത്തിനെ പേടിക്കണം, അള്ളാഹുവിനെ പേടിക്കണം. ഈ പേടിയുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വഞ്ചിക്കുന്ന ഒന്നാമത്തെ ഘടകം ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. രണ്ടാമത്തേത് വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ അഥവാ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇത് രണ്ടുമാണ് പരലോകത്തിനെ മറപ്പിച്ച് കളയുന്നത് നമ്മുടെ മനസ്സിൽ. പരലോകത്തെക്കുറിച്ച് അറിയാം, അവിടുത്തെ വിചാരണയുടെ രൂപങ്ങൾ അറിയാം, അതിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. എല്ലാം അറിഞ്ഞിട്ടും നന്മയിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയാതിരിക്കാനുള്ള കാരണം ഒന്ന്, ദുന്യാവിനോടുള്ള സ്നേഹം. ഈ ദുന്യാവ് നമ്മളെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു. സുബഹി നമസ്കാരത്തിന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ എഴുന്നേൽക്കാതിരിക്കാൻ നമുക്ക് ഏക തടസ്സം ദുന്യാവിനോടുള്ള സ്നേഹമാണ്. നിസ്കരിക്കാത്തവന്റെ ശിക്ഷയെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല. നിസ്കരിക്കാത്തത് കൊണ്ട് പരലോകത്തുണ്ടാകുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സുഖം, ഉറങ്ങാനുള്ള സുഖം നമ്മളെ അനുവദിക്കുന്നില്ല എഴുന്നേൽക്കാൻ. സക്കാത്ത് കൊടുക്കണം. എത്ര കൊടുക്കണ്ടേ? വളരെ കുറഞ്ഞ സംഖ്യ. 100 റുപ്യക്ക് എത്ര കൊടുക്കണ്ടേ? 2 റുപ്യ 50 പൈസ കൊടുക്കണ്ടേ? 1000 റുപ്യക്കോ 1000 റുപ്യക്ക് 25 റുപ്യ, 10,000 റുപ്യക്കോ 250 റുപ്യ, 1,00,000 റുപ്യക്കോ 2,500 റുപ്യ. അതുവരെ കൊടുക്കാൻ നമുക്ക് ആർക്കും മടിയൊന്നുമില്ല. 10 ലക്ഷം റുപ്യക്കോ 10 ലക്ഷം റുപ്യക്ക് 25,000 ആവും. അവിടെ എത്തുമ്പോൾ നമുക്ക് സക്കാത്തിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ക്ലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും, എന്നിട്ടേ കൊടുക്കുള്ളൂ. അഥവാ ദുന്യാവിൻ്റെ ഭൗതികമായ വസ്തുക്കളോടുള്ള ആർത്തിയും സ്നേഹവും പരലോകത്തിന് വേണ്ടി ഒരുക്കം നടത്തുവാൻ നമുക്ക് തടസ്സമാകുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹു സ്നേഹത്തോടുകൂടി ഉപദേശിച്ചത്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് കൂടുക. നഗ്നരായിട്ടേ കയറുന്ന, ജനിച്ച പടി, വസ്ത്രങ്ങൾ ധരിച്ചിട്ടല്ല, വിവസ്ത്രരായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടും, ആണും പെണ്ണും ഒക്കെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണ്, ചെറുപ്പത്തിൻ്റെ തിളപ്പുള്ള പെൺകുട്ടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ആണുങ്ങളും പെണ്ണുങ്ങളും അന്യരായവരൊക്കെ വസ്ത്രം ധരിക്കാതെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പരസ്പരം നഗ്നതയിലേക്ക് നോക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ മനസ്സിലാക്കുന്നു. ആയിഷ, നീ എന്ത് ധരിച്ചു പരലോകത്തെക്കുറിച്ച്? നീ എന്ത് ധരിച്ചു പരലോകത്തെക്കുറിച്ച്? പരസ്പരം നഗ്നതയിലേക്ക് നോക്കുവാനും അത് ആസ്വദിക്കുവാനും കഴിയാത്തവണ്ണം ഭീകരമായ പേടി കൊണ്ട് മനുഷ്യന്റെ മനസ്സ് മൂടപ്പെട്ടിരിക്കുന്നു ആയിഷ. അതുകൊണ്ട് അവർ പരസ്പരം കാണുകയില്ല, അവർ പരസ്പരം നോക്കുകയില്ല. അത്രമാത്രം പേടിയാൽ അവരുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. അല്ലേ? ജീവിതത്തിൽ സൂര്യൻ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെയാണ്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു, 1 ഇഞ്ച് സൂര്യൻ താഴോട്ടിറങ്ങിയാൽ ഭൂമിയിലുള്ള സകല വസ്തുക്കളും പുകഞ്ഞു പോകുന്ന ചൂടുകൊണ്ട്. 1 ഇഞ്ച് സൂര്യൻ മേലോട്ട് ഉയർന്നാൽ ഭൂമിയിലെ വസ്തുക്കൾ മുഴുവനും തണുത്തുറഞ്ഞ് ഐസായിട്ട് മാറുന്ന 15 കോടി കിലോമീറ്റർ ദൂരെയുള്ള സൂര്യൻ. ആ സൂര്യനെ താഴോട്ട് കൊണ്ടുവരികയും അത് മനുഷ്യൻ്റെ തലക്ക് മുകളിൽ
ഏതാനും വാര അകലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നമ്മുടെ സകലമാന സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ്. അത് വല്ലാത്തൊരവസ്ഥയല്ലേ ചൂടിനേക്കാളേറെ ബേജാറ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത ബേജാറ്. പേടിച്ച് വിറച്ച് എന്തൊക്കെ സംഭവിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞു. വല്ലാഹി മാ അദ്രി, അള്ളാഹുവാണേ എനിക്കറിയില്ല നാളെ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും അള്ളാഹു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഖിയാമത്ത് നാൾ സംഭവിക്കുക ഈ ലോകത്തിലെ ഏറ്റവും ദുഷിച്ച മനുഷ്യന്മാർ ജീവിക്കുന്ന കാലത്താണെന്ന. ഏറ്റവും ദുഷിച്ച മനുഷ്യന്മാർ ജീവിക്കുന്ന കാലത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അതിൻ്റെ ഭീകരത അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ചെറിയ ഒരു സൂറത്തുണ്ടല്ലോ, അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂത്ത് വതകൂനുൽ ജിബാലു. ചെറിയ സൂറത്ത്. നിങ്ങൾ ആ സൂറത്ത് ഇങ്ങനെ വായിച്ചിട്ടേ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കണ്ടി. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദം ഇങ്ങനെ കേൾക്കുക. കുട്ടികളൊക്കെ പാടെ പുറത്തിറങ്ങി എന്താ വാപ്പ ഒരു ശബ്ദം കേൾക്കണ്, എന്താണ്? വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര കാറ്റടിക്കണ്. അപ്പോൾ നമ്മൾ പറയാം, മക്കളെ ആ ജനലും വാതിലൊക്കെ അടച്ചളി, പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ പറന്നിങ്ങനെ വരുന്ന ആകാശത്ത് കൂടെ. പിന്നെ നോക്കിയപ്പോഴും നമ്മുടെ കണ്ണെത്താ ദൂരത്ത് കാണുന്ന മലകളൊക്കെ ഉണ്ട് ഇങ്ങനെ പറിച്ച് പിഴുതെറിയപ്പെട്ട് ഇങ്ങനെ ആകാശത്ത് കൂടെ ആ മലകളൊക്കെ ഇങ്ങനെ പിഴുതെറിയപ്പെട്ട് ഇങ്ങനെ പറന്നിങ്ങനെ വരിക. എന്താ ചെയ്യുക? വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. എങ്ങട്ടാ ഓടുക? ഈ കൊടുങ്കാറ്റിന്റെ മുമ്പിലെത്താൻ, പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർക്കാൻ. അല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാർ മടിയിലുള്ള മക്കളെ വലിച്ചെറിഞ്ഞോടുന്ന. എൻ്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകൾക്കറിയാലോ, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ പിന്നാലെ ഒരു ആന കൂടിയാലേ ആ പെണ്ണെന്താ ചെയ്യുക? കുട്ടിയുടെ ആനക്ക് കൊടുത്ത് കണ്ടുകൊണ്ട് തടിയെടുക്കുമല്ല, അവളെ ആന ചുട്ടിപ്പിടിച്ചാലും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ അപ്പുറത്തേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആ സ്ത്രീ ഒരുപക്ഷെ മരണത്തിന് കീഴടങ്ങിയേക്കാം. എന്നാൽ ലോകാവസാനത്തിൻ്റെ ഭീകരതയിൽ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാർ തൻ്റെ മടിത്തട്ടിലുള്ള കുട്ടികളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവരോടും. എങ്ങോട്ടാ ഓടുക? നാലു ഭാഗത്തു നിന്നും ചീറിയടിക്കുന്ന കൊടുങ്കാറ്റിൽ പർവ്വതങ്ങളും മനുഷ്യരും സസ്യങ്ങളും മുഴുവനും പഞ്ഞികളെപ്പോലെ പാറി നടക്കുന്ന ഭീകരമായ ഒരു ദിവസത്തിൽ എവിടെ കൂടും? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാ, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഒരു കാഴ്ചയാണ് അല്ലേ? കാഹളത്തിലൂടെ പോകുമ്പോൾ 2 പ്രാവശ്യം ഊതുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കതിൻ്റെ രൂപം പഠിപ്പിച്ചു തന്നു. ആദ്യത്തെ പ്രാവശ്യം കാഹളത്തിൽ ഊതപ്പെട്ടാൽ എല്ലാ വസ്തുക്കളും നശിക്കും ലോകത്ത്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ. അവസാനമായിട്ട് ആരാ നശിക്കുക? നിങ്ങൾ ആ ഊതിയ മലക്ക്, മൂപ്പരാണ് അവസാനം ബാക്കി ഉണ്ടാകുക. ആ മലക്കിനെ അല്ലാഹു തആല മരിപ്പിക്കും. കഴിഞ്ഞു. പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും നശിച്ചു കഴിഞ്ഞു. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിൻ്റെ മുഖമല്ലാത്തതെല്ലാം നശിച്ചു കഴിഞ്ഞു. പിന്നെ അല്ലാഹു രണ്ടാമതായി ആദ്യം സൃഷ്ടിക്കുക ഈ മലക്കിനെ ആയിരിക്കുന്ന. ഏത് മലക്കിനെ? കാഹളത്തിൽ ഊതേണ്ട മലക്കിനെ. ആ മലക്ക് സൃഷ്ടിക്കപ്പെട്ട് രണ്ടാമതായി തൻ്റെ കാഹളത്തിൽ ഊതുമ്പോൾ അതാ നശിപ്പിക്കപ്പെട്ട സകലമാന ജീവികളും പുനർജനിക്കുന്നു. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിക്കുള്ളിൽ മറവ് ചെയ്യപ്പെട്ട മനുഷ്യൻ വരെ ആ ഭൂമിയുടെ ഉള്ളിൽ നിന്നും എഴുന്നേറ്റു വരുന്നു. ഭൂമിയിൽ മനുഷ്യരില്ലാത്ത സ്ഥലമില്ല. സകലം ഭൂമി മുഴുവനും നശിപ്പിക്കപ്പെട്ട് ഒരു ഭാഗത്ത് നിന്നും ഒരു കോഴിമുട്ട ഉരുട്ടിയിട്ടാൽ മറുഭാഗത്തെത്തോളം അത് ഉരുണ്ടുപോകുന്ന ഒരവസ്ഥ. തടസ്സമായിട്ടൊന്നുമില്ലാത്ത ഒരു ഭൂമി. ഈ മണ്ണിൽ നിന്ന് പൊന്തിയവരൊക്കെ എങ്ങട്ടാ പോണേ അറിയില്ല, പക്ഷെ എല്ലാവരും ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്യുക. കാലൂ, അവരെല്ലാവരും പറയുന്നുണ്ട്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ. ആരാണ്
ഉറങ്ങിക്കിടക്കുന്ന ഉറക്കത്തിൽ നിന്ന് ആരാണ് നമ്മളെ ഉണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് അവരെല്ലാവരും ഒരേ ദിശയിലേക്ക് ഹജ്ജിന് പോയമായിരിക്കാം. ഹജ്ജിന് പോയാൽ അങ്ങനെയുള്ള ആർക്കും വഴി തെറ്റൂല. മക്കത്തുനിന്ന് അറഫയിലെത്താനോ, അറഫയിൽ നിന്ന് മുസ്ദലിഫിക്കെത്താനോ, മുസ്ദലിഫയിൽ നിന്ന് മിനീക്കെത്താനോ ആർക്കും വഴി തെറ്റൂല. കാരണം എല്ലാ ജനങ്ങളും ഒരേ ദിശയിലേക്കാണ് ഒഴുകണേ. അങ്ങനെയാണ് ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരും ഒരേ ദിശയിലേക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിലെത്തിയ മനുഷ്യരൊക്കെയും കാത്തു നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി ബേജാറോടുകൂടി. ആർക്കും സമാധാനമില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിക്കുന്നുണ്ട്. സ്വർഗത്തിലെ പഴം തിന്നതിന് എന്താണ് റബ്ബനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത് എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിക്കുന്നു. ലോകത്തിലെ ഓരോ മനുഷ്യരും പേടിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഭീകരമായ കർമ്മങ്ങളെ കുറിച്ചോർത്ത് അവർ ഭയപ്പെടുന്നു. ആരാണ് തങ്ങൾക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്യുക എന്നന്വേഷിച്ച് നടക്കുന്ന മനുഷ്യന്മാർ അവസാനമെത്തുന്നത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 മണിക്കൂർ. എങ്ങനെയാ 24 മണിക്കൂർ ഒരു ദിവസമായത്? സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് അത് വീണ്ടും ഉദിക്കുന്നത് വരെയുള്ള സമയമാണല്ലോ ഒരു ദിവസം. അങ്ങനെ ഉദിച്ചസ്തമിക്കാൻ ഒരു സൂര്യൻ ഇല്ലെങ്കിൽ എന്തേക്കാരാ ദിവസത്തിന്റെ അവസ്ഥ അല്ലേ? അതാണ് ഖുർആൻ പറഞ്ഞേ, 50 അൽഫ സനതിൻ മിമ്മാ തഉദ്ദൂൻ. നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 50,000 കൊല്ലങ്ങൾക്ക് തുല്യമാണ് അവിടുത്തെ ഒരു ദിവസം. ഈ ദുന്യാവിൽ 50,000 കൊല്ലം ഒരാൾ ജീവിച്ചിക്കണമെങ്കിൽ പരലോകത്തെത്തുമ്പോൾ അയാൾക്ക് പറയാം ഞാൻ ഒരു ദിവസം ജീവിച്ചിട്ടോന്ന്. അങ്ങനല്ലേ? ഈ ലോകത്ത് 50,000 കൊല്ലം ജീവിച്ച ഒരാൾക്ക് നാളെ പരലോകത്തെത്തുമ്പോൾ അയാൾക്ക് പറയാം ഞാൻ ഒരു ദിവസം ജീവിച്ചിരിക്കുന്നു. 25,000 കൊല്ലം ജീവിച്ച ഒരാൾക്ക് അര ദിവസം ജീവിച്ച പ്രതീതി ഉണ്ടാവും. 1000 കൊല്ലം ജീവിച്ച ഒരാൾക്ക് മിനിറ്റുകൾ ജീവിച്ച പ്രതീതി ഉണ്ടാവും. 100 കൊല്ലമൊക്കെ ജീവിച്ച മനുഷ്യൻ പരലോകത്തെല്ലുമ്പോൾ എൻ്റെ ഇപ്പം ഞാനൊന്ന് പോയി വന്നതായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. സെക്കൻഡുകൾ, മൈക്രോ സെക്കൻഡുകൾ മാത്രമേ അവൻ്റെ ആയുസ്സിൻ്റെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ. ഈ ദുന്യാവും പരലോകം. ഇവിടെയാണ് പ്രവാചകൻ നേരത്തെ പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടി കടന്നു വരേണ്ടത്. അൽ അഖിയസു, ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഈ ദുന്യാവിനേക്കാൾ പാരത്രിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നവനാകുന്നു ബുദ്ധിമാൻ. അതാണ് സങ്കടേ. നാളെ പരലോകത്തെത്തുമ്പോൾ ഈ ദുന്യാവിൽ നാം ജീവിച്ച ശുഷ്കമായ ജീവിതത്തിൻ്റെ വലിപ്പം നമ്മുടെ തെളിവിലേക്ക് വെളിവിലേക്ക് ഇറങ്ങി വരുമ്പോൾ മനുഷ്യന്മാർ നഖം കടിച്ചുകൊണ്ട് പറയും യാ ലൈത്തനി, എൻ്റെ കഷ്ടമേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തെ ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന ആളുകളെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവരാണല്ലോ എന്നെ പിഴപ്പിച്ച് കളഞ്ഞത് അല്ലേ? വലിയ സങ്കടമാണ്. എൻ്റെ പടച്ചോനെ, കുറച്ച് നേരമാണല്ലോ നീ എനിക്ക് തന്നത്. ആ ഒരു കുറച്ച് നേരം ഞാൻ ശ്രദ്ധിച്ച് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഈ ഒരു അപകടം എനിക്ക് വരില്ലായിരുന്നല്ലോ എന്ന ആ വലിയ സങ്കടം, തീർത്താൽ തീരാത്ത സങ്കടം. റബ്ബിൻ്റെ മുമ്പിലെത്തി പശ്ചാത്തപിക്കുവാൻ, റബ്ബിൻ്റെ മുമ്പിലെത്തി കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യന്മാർ ചോദിക്കുന്ന അവസ്ഥ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലെങ്കിൽ പടച്ച തമ്പുരാനെ ഇനിയൊരു മടക്കം കൂടി നീ എനിക്ക് തരണം. ഒരു മടക്കം കൂടി നീ എനിക്ക് തന്നാൽ അള്ളാഹുവേ എൻ്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും. അതൊരിക്കലും ഉണ്ടാവില്ല എന്നാ ഒരു മടക്കം അല്ലേ? ആർക്കില്ല, നല്ല മനുഷ്യന്മാർക്കില്ല, ചീത്ത മനുഷ്യന്മാർക്കില്ല. ഒരു മടക്കം ഉണ്ടോ? ഇല്ല. ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾ, അതായത് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുന്ന ആളുകൾ, അവർ മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്നാ. സാങ്കേതികമായിട്ട് അവർ മരിച്ചു എന്ന് പറയാം. ഓരോ സ്വത്തൊക്കെ ഊരിയൊക്കെ ഓരോ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യാം. പക്ഷേ അവർ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ആര്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലം. പക്ഷെ നമ്മളും അവരായിട്ട് യാതൊരു ബന്ധമില്ല. ഈ
സ്വർഗത്തിൽ കിടക്കുന്ന ഈ രക്തസാക്ഷികളോട് അല്ലാഹു തആല ചോദിക്കും അത്രേ, അല്ല നിങ്ങൾക്ക് എന്താ ഇനി വേണ്ടത്, നിങ്ങൾക്ക് എന്താ ഇനി വേണ്ടത്? അപ്പം അവർ അള്ളാഹിനോട് പറയാ, പടച്ചോനെ ഞങ്ങൾക്കിനി എന്താ വേണ്ടത്, ഞങ്ങൾക്ക് എന്തിൻ്റെ കുറവാ പടല്ലേ, ഞങ്ങൾ സങ്കല്പിക്കാത്ത ഒരു ജീവിതം സുഖം നീ ഞങ്ങൾക്ക് തന്നില്ലേ, ഇനി എന്താ റബ്ബേ ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത്? അപ്പം അള്ളാഹ് പിന്നെയും ചോദിക്കുന്ന, അല്ല എന്തിലൊക്കെ വേണം നിങ്ങൾക്ക്, എന്താ നിങ്ങൾക്ക് വേണ്ടി? അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ രക്തസാക്ഷികൾ പറയുമത്രേ, അള്ളാഹുവേ ഞങ്ങൾക്കിനി ഒരാഗ്രഹം ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഒരിക്കൽ കൂടി ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുവാനും ഒന്നുകൂടി നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുവാനും ഒരിക്കൽ കൂടി ആ രക്തസാക്ഷിയുടെ പരിവേഷത്തോടുകൂടി നിന്റെ മുമ്പിലേക്ക് മടങ്ങി വരാനും ഞങ്ങൾ കൊതിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾക്കൊരു മനുഷ്യ ജന്മം. അള്ളാഹു പറഞ്ഞു, ഇല്ല, അതില്ല, അത് തീർന്നു. പ്രിയപ്പെട്ട സഹോദര, ഈ ജന്മം വളരെ കുറഞ്ഞ ഒരു ജന്മം, വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ എവിടെയും അവസാനിച്ചേക്കാവുന്ന ഒരു ജന്മം, എവിടെ എത്തുമെന്നറിയാത്ത ഒരു ജന്മം, അനിശ്ചിതത്വത്തിൻ്റെ ഒരു ജന്മം. ഈ ജന്മത്തിൽ വളരെ കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ കടിച്ചു പിടിച്ച് ഇതാ കുറച്ച് സമയം, കുറച്ചില്ല, നമ്മൾ ഡോക്ടർ ഒരു മുറിവൊക്കെ തുന്നുമ്പോഴേ നമ്മളിങ്ങനെ കരയുമ്പോൾ ഡോക്ടർ പറയും, ഇപ്പം തീരും പറഞ്ഞ് നമ്മളങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ കടിച്ചു പിടിച്ചതാ ഇപ്പം അവസാനിക്കൂ, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി, ഇന്നത്തോടുകൂടി ഒരുപക്ഷെ എൻ്റെ ജീവിതം തീർന്നേക്കും, നാളെ മറ്റന്നാൾ അടുത്ത മണിക്കൂർ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായേക്കാം, അതുവരെ ഞാൻ പിടിച്ചു നിൽക്കട്ടെ എന്നുള്ള മനസ്സോടുകൂടി നന്മയുടെ മാർഗത്തിൽ പിടിച്ചു നിർത്തുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരലോകവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഓതിയാൽ തീരാത്ത അത്രയും ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലുണ്ട്. ആ പരലോകവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എന്തുമാത്രം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ കർമ്മങ്ങളെ സ്വാധീനിക്കുവാൻ അതിന് ശക്തി ഉണ്ടാവും. ഓരോരുത്തരും അവനവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നിശ്ചയിക്കുന്ന ഒരു ദിവസം അല്ലേ. എൻ്റെ വാപ്പ നന്നായതുകൊണ്ട് എനിക്ക് ഗുണമില്ല, എൻ്റെ ഭാര്യ നന്നായതുകൊണ്ട് എനിക്ക് ഗുണമില്ല, എൻ്റെ മക്കൾ നന്നായതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ? ഉണ്ട്. പക്ഷേ അതിൻ്റെ മക്കളെ ഞാൻ നന്നാക്കണം. എൻ്റെ മക്കളെ ഞാൻ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നാളെ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് നാളെ പരലോകത്ത് എനിക്ക് പ്രതിഫലമായി ആ പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ബുദ്ധിയുള്ളവരാവുക. ഒരു പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥി പോകുന്നത് ഒരു കാർണിവലിൻ്റെ സമീപത്തോടു കൂടിയാണ്. ആ വിദ്യാർത്ഥിയുടെ കൂടെയുള്ള കുട്ടികളൊക്കെ ആ കാർണിവലിലെ ഊഞ്ഞാലുകളും അവിടുത്തെ ആശ്ചര്യങ്ങളും കണ്ട് അവിടെ തന്നെ കൂട്ടം കൂടി നിന്നു. ഒരു കുട്ടി മാത്രം നടന്നു തൻ്റെ പരീക്ഷാ ഹാളിലേക്ക് തിരിച്ചറിവോടുകൂടി. അവൻ പരീക്ഷാ ഹാളിലെത്തി, പരീക്ഷ എഴുതി, അവൻ വിജയിച്ചു. കാർണിവൽ കണ്ട് കണ്ണു മഞ്ഞളിച്ച് അവസാനം ഓടിയെത്തിയ കുട്ടികൾ പരീക്ഷയ്ക്ക് ഹാജരാവാൻ കഴിയാതെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണതുപോലെ ഈ ദുന്യാവിൻ്റെ സൗന്ദര്യം കണ്ട് ദുന്യാവിൻ്റെ സുഖമാസ്വദിച്ച് അതിനുവേണ്ടി കാത്തുനിന്ന് പരലോകത്തിനെ മറക്കുന്നവരായി നമ്മൾ മാറിയാൽ ഖുർആനിലുണ്ട്, അല്ലാഹുവേ ഞങ്ങൾ ജനങ്ങളൊക്കെ ഒരു ദിശയിലേക്ക് ഒഴുകിപ്പോയപ്പോൾ ഞങ്ങളും അവരുടെ കൂടെ ഒഴുകിപ്പോയി റബ്ബേ. എല്ലാവരും അങ്ങനെ ആയപ്പോൾ ഞങ്ങളും അങ്ങനെയായി, എല്ലാവരും സിനിമക്ക് പോയപ്പോൾ ഞങ്ങളും പോയി, എല്ലാവരും സ്ത്രീധനം വാങ്ങിയപ്പോൾ ഞങ്ങളും വാങ്ങി, എല്ലാവരും പാൻറ്റും നെരിയാണിൻ്റെ താഴെയായപ്പോൾ ഞങ്ങളതും അങ്ങനെയായി, എല്ലാവരും അങ്ങനെ ജീവിച്ചപ്പോൾ ഞങ്ങളും അങ്ങനെയായി എന്നുള്ള നിലക്ക് എല്ലാവരുടെയും കൂടെ ആ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയവൻ നാളെ പരലോകത്ത് സങ്കടത്തിൻ്റെ കടലിൽ അവൻ വന്നു വീഴുമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനേകം ആയത്തുകളിൽ കൂടി ഹദീസുകളിൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഈ ലോകത്ത് പ്രത്യേകമായ ദൗത്യവുമായി അയക്കപ്പെട്ടവരാണ്. ഇതര ജീവികളെ പോലെയല്ല. കണക്കുകൾ തീർക്കുന്ന ഒരു ദിവസം നാളെ എൻ്റെ മുമ്പിൽ വരാനുണ്ട്. കണക്കുകൾ തീർക്കുന്ന ദിവസം എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊമ്പുള്ള ഒരാട് ഈ ലോകത്ത് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ
നാളെ പരലോകത്ത് ഈ കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു കൊമ്പ് കൊടുക്കുമത്രേ. എന്തിനറിയങ്ങൾ? തന്നെ കുത്തിയ ആടിനെ തിരിച്ചു കുത്താൻ. അത്രത്തോളം നീതിപൂർവകമാണ് അള്ളാഹുവിൻ്റെ നാളെ പരലോകത്തെ വിചാരണ. അത്രത്തോളം നീതി. ഒരാളോടും അള്ളാഹുവിന് വെറുപ്പില്ല, ഓനോട് അള്ളാഹ്ക്ക് വെറുപ്പാണ്. അതുകൊണ്ട് അവൻ്റെ വിചാരണയിൽ അവനോട് അള്ളാഹു അനീതി കാണിക്കുന്നില്ല. ആരോടും വെറുപ്പില്ലാതെ, ആരോടും അനീതി കാണിക്കാതെ അവനവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മാത്രം, അതിനു മാത്രം രക്ഷയും ശിക്ഷയും വിധിക്കുന്ന ഒരു ദിവസത്തിന് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ യൗമൻ, ആ ദിവസത്തെ നിങ്ങൾ പേടിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ പേടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ കാര്യം പരലോകത്ത് എന്നെ എങ്ങനെ ബാധിക്കും? ഒരു കാര്യം പറയുമ്പോൾ ഈ കാര്യം നാളെ പരലോകത്ത് എന്നെ എങ്ങനെ ബാധിക്കും? ഒരു കാര്യം കേൾക്കുമ്പോൾ ഈ കാര്യം നാളെ പരലോകത്ത് എന്നെ എങ്ങനെ ബാധിക്കും? ഏത് വിഷയത്തിലും പരലോകം എന്ന ഒരു ചിന്ത നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത ആ സ്വഹാബത്തിന്റെ പല കഥകളും നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞേ? പരലോകത്തിലുള്ള ദൃഢമായ വിശ്വാസം, അത് മാത്രം. 100 ഒട്ടകങ്ങൾക്ക് ഏറ്റുവാൻ മാത്രമുള്ള ധാന്യങ്ങൾ പാവപ്പെട്ടവർക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സാധിച്ചത് വേറൊന്നുകൊണ്ടല്ല, ഈ വിശ്വാസം കൊണ്ടാ. കൊടുത്തത് കിട്ടുമെന്ന ഉറച്ച വിശ്വാസം, ചെയ്താൽ ഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തിൽ കുറവുണ്ടാകുമ്പോൾ, പരലോക വിശ്വാസത്തിൽ കുറവുണ്ടാകുമ്പോൾ നമ്മുടെ ഈമാനിൻ്റെ അളവിൽ അത് വല്ലാത്ത മാറ്റമുണ്ടാക്കും എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ, തിരുസുന്നത്തിൽ പരലോകവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യണം. നരകസ്വർഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും വിശാലമായി കിടക്കുക. ഒരു ക്ലാസ്സിലോ ഒരു കൊല്ലത്തിലോ തീരാത്ത വിശാലത. അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ഹദീസുകൾ നമ്മൾ ആവർത്തിച്ച് വായിക്കുവാൻ, കേൾക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകന്റെ ജീവിതത്തിൽ, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കിയ പരലോക വിശ്വാസത്തിന്റെ കഥകൾ നമ്മൾ അറിയണം, നമ്മളത് മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പരലോക വിശ്വാസം ഉണ്ടാക്കാൻ സഹായിക്കുള്ളൂ. നമ്മുടെ വിശ്വാസം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന, വിശ്വാസത്തെ ദുർബലമാക്കുന്ന ഭൗതികമായ സാഹചര്യത്തിൽ പരലോകത്തെക്കുറിച്ചുള്ള ചർച്ചകളും സംസാരങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും ഉണ്ടാവണം. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന പ്രവാചകന്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കരുത്. നമ്മുടെ കുട്ടികളുമായി, നമ്മുടെ കുടുംബാംഗങ്ങളുമായി ഇടപഴകുമ്പോൾ, വീട്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങളിൽ പരലോക വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വരണം. ഖുർആനിലെ ഒരു വാപ്പാൻ്റെ ഇമ്മാൻ്റെയും മക്കളെയും കഥ പറയുന്നുണ്ട്. വഴിവിട്ട് ദുഷിച്ച ജീവിതം നയിക്കുന്ന മകനോട് മാതാപിതാക്കൾ പറഞ്ഞു, മകനെ ഇങ്ങനെ ജീവിക്കരുത്, ഇത് നാശമാണ്, നാളെ പരലോകത്ത് നിനക്ക് നാശമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ബാപ്പിയമ്മി സങ്കടപ്പെട്ടു. അപ്പം മകൻ പറഞ്ഞു, എന്ത് പൊട്ടത്തര വാപ്പ എങ്ങളീ പറയണേ? മരിച്ചിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് മണ്ണും എല്ലും ഒക്കെ പാടെ മണ്ണായി തീർന്നിട്ട് വീണ്ടും പുനർജനിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? തികച്ചും വിഡ്ഢിത്തമാകുന്നല്ലോ നിങ്ങളുടെ വിശ്വാസം അല്ലേ? ആ ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ പരലോക ബോധത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ പരലോകവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും പരലോകവുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. പരലോകത്തിൻ്റെ ഭീകരത നമ്മളുടെ മക്കളുടെ, നമ്മുടെ കുടുംബങ്ങളുടെ മനസ്സുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കള്ളക്കഥകൾ പറഞ്ഞിട്ടല്ല. ഇപ്പം ഈ നാട്ടിലൊക്കെ വയലിൽ നടക്കുന്നുണ്ട്, വമ്പിച്ച വയലുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ നടക്കുക. ഒരു വയലിന് കണ്ടമാനം ആൾക്കാർ വരും. ആ വയൽ കഴിഞ്ഞാൽ ഒരാഴ്ച പള്ളിയിലൊന്നും സ്ഥലം തികയില്ല. ആൾക്കാർ പെരും നിസ്കാരം, പെരും ഖുർആനോത്ത്, ഒരാഴ്ച കൊണ്ട് അത് ഇങ്ങനെ ഇല്ലാതെയാവും. എന്താ സംഭവം? നിങ്ങൾ കള്ളക്കഥകൾ പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കാൻ, നിസ്കരിക്കാത്ത ആളെ കവറിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ മാന്തി വെക്കുമ്പോൾ പാമ്പുകൾ ഇങ്ങോട്ട് പൊതിഞ്ഞീനി ഇല്ലേ? ചില വാട്സാപ്പിലൊക്കെ ചില രംഗങ്ങൾ കാണാം. കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാമ്പൊക്കെ എഴുതേറ്റ് വരുന്ന ചിത്രങ്ങളൊക്കെ കണ്ടുകാണ്ട് ആൾക്കാരെ പേടിപ്പിച്ച് അങ്ങനെ കഥ, ആ പേടി വേഗം ഇല്ലാതെയാവും.
ആ പേടിയോണ്ട് നന്നാവൂല. ആ പേടിയിൽ കുറച്ചു കാലം ഒരുപക്ഷെ നിസ്കാരവും നോമ്പുമൊക്കെ ഉണ്ടായേക്കാം, പിന്നെ അത് ഇല്ലാതാവും. മനുഷ്യനെ നന്നാക്കാൻ വിശുദ്ധ ഖുർആനിനോളം നല്ല ഒരു മരുന്ന് ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കിയവരാ നമ്മൾ മുസ്ലിം സമുദായം. അതുകൊണ്ട് പരലോകവുമായി ബന്ധപ്പെട്ട ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, അതിന്റെ ഭീകരതയെ കാണിക്കുന്ന, തീവ്രതയെ കാണിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, പ്രവാചകന്റെ വചനങ്ങൾ അല്ലേ, ഭീകരമായ ഒരു ശബ്ദം കേട്ട് പ്രവാചകന്റെ മുഖത്തേക്ക് അന്തിച്ചു നോക്കിയ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, 1000 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നരകത്തിലേക്കൊരു കല്ല് ഇട്ടിരുന്നു, ആ കല്ല് താഴെയെത്തിയ ശബ്ദമാകുന്നു നിങ്ങൾ ഈ കേട്ടത് എന്ന് പ്രവാചകൻ പറയുമ്പോൾ, ആ പ്രവാചകന്റെ നാവിൽ നിന്ന് അത് കേൾക്കുന്ന ആ സഹാബത്തിന്റെ മനസ്സിൽ നരകത്തെക്കുറിച്ചൊരു സങ്കല്പം ഉണ്ടാകുന്നുണ്ട് അല്ലേ. വനാദൗ യാ മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക് അല്ലേ. നരകത്ത് ഇങ്ങനെ കടന്ന് കത്തിയെരിയുമ്പോഴേ നരകത്തിലുള്ള ആൾക്കാർ നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്കിനെ വിളിക്കുകയാണ്, യാ മാലിക്, മാലിക്കേ ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ പറയാം നിന്റെ റബ്ബിനോട് അല്ലേ, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ പറയാം നിന്റെ റബ്ബിനോട്. കാല, അപ്പൊ മാലിക്കിന്റെ മറുപടിയാണ്, ഇന്നക്കും മാക്കിസൂൻ, അതിന് നിങ്ങൾക്ക് മരണമല്ലല്ലോ, നിങ്ങൾ കാലാകാലം ഇവിടെ തങ്ങേണ്ടവരല്ലേ. എന്ത് മരണം അല്ലേ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഭീകരമായ, ഏറ്റവും പേടിപ്പെടുത്തിയ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മഹാനായ സഹാബിമാർ നൽകുന്ന മറുപടി ഏതാ നിങ്ങൾ? വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, എന്താ അർത്ഥം എന്നറിയോ? നാളെ പരലോകത്ത് നരകശിക്ഷ അനുഭവിക്കുന്നവർ നമ്മൾ രോഗമായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ എത്ര തീവ്രമായ രോഗമാണെങ്കിലും നമ്മളെ പരിശോധിച്ച ഡോക്ടർ പറയാം സുഖമുണ്ട് കേട്ടോ, ഇന്നലത്തേനേക്കാളൊരു മാറ്റം ഉണ്ടെന്ന്, സുഖമായി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ രോഗം സുഖമായില്ലെങ്കിലും നമുക്കൊരാശ്വാസം ഉണ്ടാവും. പക്ഷേ നരകത്തിൽ ആ ആശ്വാസമല്ല എന്നാ. നരകത്തിൽ ആ നരകത്തിൻ്റെ മലക്കുകൾ നരകത്തിലെ കുറ്റവാളികളോട് പറയുമത്രേ, ലാ യസീദന്നകും ഇല്ലാ അദാബാ, നാളെ ശിക്ഷ കുറച്ചും കൂടി കൂടുട്ടോ, കുറയുന്ന പ്രശ്നമല്ല, അത് കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ എന്ന് ആ നരകത്തിൻ്റെ കാവൽക്കാർ നരകാവകാശികളോട് പറഞ്ഞുകൊണ്ടിരിക്കും അത്രേ. തൊലി, ഇതാണ് മനുഷ്യന് വേദന അറിയാനുള്ള ഉപാധി. ഈ തൊലി അങ്ങോട്ട് ഇല്ലാതായാൽ പിന്നെ വേദന മനുഷ്യൻ വല്ലാതെ അറിയൂല. അതുകൊണ്ടാ പടച്ചോൻ ഖുർആനിൽ പറഞ്ഞേ, ഈ തൊലി തീയിൽപ്പെട്ട് കത്തിത്തീരുമ്പോഴൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുതിയ തൊലികൾ തന്നുകൊണ്ടിരിക്കും. എന്തിനാണ്? ഒരിക്കലും വേദന കുറയാതിരിക്കാൻ അല്ലേ. ശിക്ഷ നോക്കാൻ നിങ്ങൾ, അള്ളാഹു കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷ അടിയാണ്, മരണാണ്, ഇടിയാണ്. ഇതൊന്നും ഇത്ര ഭീകരമല്ല. ഏത്? തീയിൻ്റെ ചൂട്. തീ പൊള്ളിയാൽ അനുഭവിക്കുന്ന വേദനയാണോ, നീറ്റലാണോ, കടച്ചിലാണോ, ആർക്കറിയാം. ഏറ്റവും ഭീകരമായ ശിക്ഷ തന്നെയാ. അതുകൊണ്ടാണ് അള്ളാഹു കുറ്റവാളികൾക്ക് ശിക്ഷയായി നരകത്തെ തന്നെ ഒരുക്കി വെച്ചത്. മോചനമില്ലാത്ത നരകം, അവസാനമില്ലാത്ത ശിക്ഷ. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. സ്വർഗം നേരെ തിരിച്ചാണ്. ഒരു കണ്ണുകളും കണ്ടിട്ടില്ലാത്ത, ഒരു കാതുകളും കേട്ടിട്ടില്ലാത്ത അനശ്വരമായ സ്വർഗല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ സ്വർഗത്തിൽ നിന്ന് ഒരു ഹൂറുൽ ഈൻ, സ്വർഗത്തിൽ മനുഷ്യരുടെ പങ്കാളികളാണവർ. ആ ഒരു ഹൂറുൽ ഈൻ ഭൂമിയിലേക്കൊന്ന് നോക്കിയാൽ ആ കണ്ണിന്റെ പ്രകാശമേറ്റ് ഭൂമിയിലെ സകലമാന വസ്തുക്കളും പ്രകാശിക്കുമത്രേ. അത്രയും വിശുദ്ധമാണ് സ്വർഗത്തിലെ ഓരോ പ്രതിഫലങ്ങളുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ ദുന്യാവിലൊരു 10-20 കൊല്ലം നമ്മളൊന്ന് ക്ഷമിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് അനശ്വരമായ, അവസാനിക്കാത്ത ഈ ദുന്യാവിൽ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ അതിനേക്കാൾ 100 ഇരട്ടി ശക്തിയോടുകൂടി നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ലോകം. രോഗമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, മടുപ്പില്ലാത്ത
അല്ലേ? മടുപ്പില്ലാത്ത, അതൊക്കെ ഒരു വല്ലാത്ത കിട്ടലല്ലേ? സ്വർഗത്തിലെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പിന്നെ ആദമിനോടും അവയോടും പറഞ്ഞെന്താണ്? വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, യഥേഷ്ടം തിന്നോളിന്ന് പറഞ്ഞേ. അപ്പം എനിക്ക് ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഞാൻ പറഞ്ഞു എനിക്കൊരു ബിരിയാണി വേണം. നിങ്ങൾ വലിയൊരു പാത്രത്തിൽ ബിരിയാണി ഇവിടെ കൊടുന്നു വെച്ചു. ഞാൻ തിന്നാൻ തുടങ്ങി. പൗതി തിന്നുമ്പോത്തിന് മാണ്ടാതെയായി. പിന്നെ ബിരിയാണി കണ്ടാൽ ദേഷ്യം, കൊണ്ടേക്കാതെ പറയും, ദേഷ്യമായി, മടുത്തു. പക്ഷേ സ്വർഗത്തിൽ മടുപ്പില്ല, സ്വർഗത്തിൽ രോഗമില്ല, സ്വർഗത്തിൽ ക്ഷീണമില്ല, സ്വർഗത്തിൽ വെറുപ്പില്ല, സ്വർഗത്തിൽ ആ ജാതി ഒന്നുമില്ല. ഓരോ നമുക്കത് തോന്നൂലേ, കുറേ കാലം കഴിഞ്ഞാൽ അതൊക്കെ മടുക്കൂലേ? മടുക്കാതെ എല്ലാ ദിവസവും ഫ്രഷാണ്, എല്ലാ സമയവും ഫ്രഷാണ്. പുതിയ 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 ഒരിക്കലും മടുപ്പില്ലാത്ത അനന്തമായ ഒരു ജീവിതം, അറ്റമില്ലാത്ത ഒരു ജീവിതം, 1000-10,000 കൊല്ലങ്ങൾ നീണ്ടുപോകുന്ന ഒരു ജീവിതം. ആ ജീവിതം കിട്ടാൻ നമ്മൾ ആകപ്പാടെ ചെയ്യേണ്ട എന്താ? നിങ്ങൾ 15ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിക്കായി നമ്മൾ ജീവിതം തുടങ്ങി. ഒരു 70-80 വയസ്സ് വരെ ജീവിച്ചു നിൽക്കുക. അതിൽ പകുതി രാത്രി നമ്മൾ ഉറങ്ങി തീർത്തു. ബാക്കി പകുതിയിൽ ജീവിത സന്ധാരണത്തിന് വേണ്ടി മാറ്റിവെച്ച സമയം കഴിഞ്ഞാൽ ആകപ്പാടെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നത് വളരെ കുറഞ്ഞ ഒരു സമയം, വളരെ കുറഞ്ഞ ഒരു സമയം. അപ്പോഴാണ് പരലോകത്ത് സങ്കടം ഉണ്ടാകുക. പടച്ചോനെ, ആ ഇത്തിരി കാലം ഞാൻ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ നാഥ, ഈ ഒരു ദുരവസ്ഥ എനിക്കുണ്ടാകുമായിരുന്നില്ലല്ലോ എന്നുള്ള, അല്ലേ? നമ്മളുണ്ടാക്കിയ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടാതെ, പ്രവാചകൻ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് നമുക്ക്. എന്താ നിങ്ങൾ? ഒരു മനുഷ്യൻ സമ്പത്ത് ഉണ്ടാക്കി, ആ സമ്പത്ത് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അയാൾ നരകത്ത് പോയി. അയാൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് കൊണ്ട് വേറെ ചില ആൾക്കാർ സ്വർഗത്തിലെത്തി. മനസ്സിലായോ? ഞാൻ സമ്പത്ത് ഉണ്ടാക്കി എങ്ങനെ? പലിശക്ക് കൊടുത്തിട്ടും കൈക്കൂലി കൊടുത്തിട്ടും കരിഞ്ചന്ത നടത്തിയിട്ടും കള്ളത്തരം കാട്ടി ഞാൻ സ്വത്തുണ്ടാക്കി. ആ സ്വത്തുണ്ടാക്കിയ പ്രവൃത്തികൾ എന്നെ നരകത്തിലെത്തിച്ചു. എന്നാൽ എൻ്റെ മക്കളാവട്ടെ, ഞാൻ ഉണ്ടാക്കി വെച്ച സ്വത്ത് സക്കാത്ത് കൊടുത്തു, സദക്ക കൊടുത്തു, നല്ല മാർഗത്തിൽ ചെലവഴിച്ചു, അവർ സ്വർഗത്തിലെത്തി. സ്വത്ത് ഉണ്ടാക്കിയതാരാ? ഞാൻ. ആ സ്വത്ത് ഉണ്ടാക്കിയതിലൂടെ ഞാൻ നരകത്തിൽ പോയി. ഞാൻ ഉണ്ടാക്കി വെച്ച സ്വത്ത് കൊണ്ട് മറ്റുള്ളവർ സ്വർഗത്തിലെത്തി. ഞാൻ വിജ്ഞാനം നേടി, ഞാൻ ആ വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു, പക്ഷെ ഞാൻ നന്നായില്ല. ആ വിജ്ഞാനം കൊണ്ട് ഞാൻ നരകത്തിലെത്തി. ആ വിജ്ഞാനം പകർന്നു കൊടുത്തവൻ അവൻ സ്വർഗത്തിലെത്തി. അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ കാണാം ലോകത്ത്. പരലോകത്ത് ചെല്ലുമ്പോൾ അങ്ങനെ ചില അത്ഭുതങ്ങൾ കാണാം. അപ്പോൾ ഏത് അത്ഭുതങ്ങളും എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്ത് എത്തിപ്പെടേണ്ടവരാണ് നമ്മൾ എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ആ ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഞാൻ അവസാനിപ്പിക്കണം. ആ ഒരു പരലോകത്തെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത ഈ പുസ്തകം നിറയെ പരലോകവുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും നിറഞ്ഞു കിടക്കുക. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഏത് ആയത്ത് ഏത് ഹദീസ് കുറിച്ചെടുക്കണമെന്ന് കുറേ ആലോചിച്ചിട്ട് അവസാനം ബുക്ക് കൊണ്ടുകൊണ്ട് ഇറങ്ങി. അപ്പം കിട്ടുന്നത് വായിക്കാമെന്ന് കരുതിയിട്ട് അത്രയും ഈ വിഷയം പ്രവിശാലമായി കിടക്കുക. ഇത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കണം, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കണം. വിശുദ്ധ ഖുർആനിൽ പരലോകത്തിൻ്റെ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണം. ഇത് യാഥാർത്ഥ്യമാണല്ലോ റബ്ബേ, ഇത് നാളെ ഞാൻ കാണേണ്ടി വരുന്നതാണല്ലോ റബ്ബേ, ഇത് നാളെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതാണല്ലോ റബ്ബേ എന്ന ഉറച്ച ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റു കൂടും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പരലോകമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള നിലക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. ഈ ലോകത്ത് നാം ജീവിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കേവലം ഒരു യാത്രക്കാരൻ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് പോലെ മാത്രമാണ് ഈ ലോകത്തിലെ ജീവിതമെന്നും ആ ജീവിതത്തിന് വേണ്ടി ലോകത്തിൽ കടിച്ചു തൂങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത് എന്ന പ്രവാചകന്റെ മുന്നറിയിപ്പ് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. നമ്മുടെ അറിവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ ബുദ്ധിയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ആടിനെ അറുത്ത് ആടിൻ്റെ മാംസം എല്ലാവർക്കും ദാനം ചെയ്തു. എന്നിട്ട് പ്രവാചകൻ ഭാര്യയോട് ചോദിച്ചു, ഇനി എന്താണ് ബാക്കിയുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, നമുക്ക് കിട്ടിയത് ആടിൻ്റെ ഈ കുളമ്പ് മാത്രം, ബാക്കിയുള്ളതൊക്കെ ആൾക്കാർ കൊണ്ടുപോയിട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ,
ആയിഷ, നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ആടിൻ്റെ കുളമ്പ് മാത്രമാണ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നു ആയിഷ. നാളെ പരലോകത്ത് അനേകം മടങ്ങ് പ്രതിഫലമായി അത് നമുക്ക് തിരിച്ചു കിട്ടും ആയിഷ. തിരിച്ചു കിട്ടാതെ പോയത് ഈ ആടിൻ്റെ കുളമ്പുകൾ മാത്രമാണ്. ഈ ഒരു തിരിച്ചറിവ്, അള്ളാഹുവിന് വേണ്ടി എന്ത് ഞാൻ ചെയ്തു, അള്ളാഹുവിന് വേണ്ടി എന്ത് ഞാൻ കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്ത് ഞാൻ സമ്പാദിച്ചു, അള്ളാഹുവിന് വേണ്ടി എന്ത് ഞാൻ ചെലവഴിച്ചു, അത് മാത്രം നമുക്ക് തിരിച്ചു കിട്ടും. ബാക്കി ഒന്നും കിട്ടൂല. ബാക്കി ഒന്നും മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്, ബിൽഡിങ്ങുകൾ, വരുമാനങ്ങൾ, ഇതൊന്നും തിരിച്ചു കിട്ടൂല. ആകെ കിട്ടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു വെച്ചു, ഞാൻ എന്ത് ചെയ്തു, അത് മാത്രം എനിക്ക് കിട്ടുന്ന ആ ഒരു ലോകം നമുക്കെല്ലാവർക്കും വരാനുണ്ട്. നാം അതിനെ കണ്ടുമുട്ടും എന്ന തിരിച്ചറിവോടുകൂടി അതിനു വേണ്ടി തയ്യാറാവുക, തയ്യാറെടുപ്പുകൾ നടത്തുക. മരണത്തെക്കുറിച്ചുള്ള ചിന്ത സദാസമയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓരോ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പും നാളെ ഞാൻ ഉണർന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് സ്വന്തം മനസ്സിനോട് ചോദിച്ച് ഹാസിബു, സ്വയം ഒരു വിചാരണക്ക് നമ്മളെല്ലാവരും തയ്യാറെടുക്കുക. വസീയത്ത് ചെയ്യാനുള്ള ആൾക്കാർ, ഇസ്ലാമിലൊരു നിയമമുണ്ട്. എന്താ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വസീയത്ത് ചെയ്യാണ്ടെങ്കിൽ ആ വസീയത്ത് എഴുതി വെക്കാതെ ഒരു മനുഷ്യ ഉറങ്ങാൻ പാടില്ല എന്നാ. എന്താ കാരണം നിങ്ങൾ? പിന്നെ നാളെ അത് എഴുതി വെക്കാൻ നമ്മൾ ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അത്ര യാദൃച്ഛികമാണ് നമ്മുടെ ജീവിതം. അതിനുവേണ്ടി, പരലോകത്തിന് വേണ്ടി നമ്മൾ ഉണരുക, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു പരലോക ചിന്തയുണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വന്തം കർമ്മങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിക്കുന്ന പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടി സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തിന്മയുടെ ഈ ലോകത്ത് പരലോക വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അള്ളാഹു നമുക്ക് ഈമാനും തഖ്വയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നാഥൻ നാളെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.